ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഹാവ് എ നൈസ് ഡേ. അപ്പോൾ ഒരുപാട് പേര് എന്നോട് പേഴ്സണലായിട്ട് മുഖം കറുത്ത് പോകുന്നത് എന്തുകൊണ്ടാണ്, അതായത് ക്രീമുകൾ ഇട്ടിട്ടും അല്ലാതെയും ചിലപ്പോൾ പുറത്ത് പോയി വരുമ്പോഴും മുഖം കറുത്ത് പോകുന്നത് എന്താണെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അതിനെന്തെങ്കിലും സൊല്യൂഷൻ തീർച്ചയായിട്ടും പറഞ്ഞു തരണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വീഡിയോ ഞാൻ ഇട്ട്, എന്നാലും ഇന്ന് ഞാൻ പ്രത്യേകമായിട്ട് എല്ലാം വിശദീകരിച്ച് തരാം കേട്ടോ. അപ്പോൾ ഏകദേശം ഏറെക്കുറെയൊക്കെ നിങ്ങൾക്ക് മാറിക്കിട്ടും. ഈ കറുത്ത മുഖം കരിവാളിപ്പ് എന്ന് പറയാം, അല്ലെങ്കിൽ മുഖം കറുത്ത് പോകുന്നു ഇടയ്ക്കിടയ്ക്ക്, അല്ലെങ്കിൽ വെളിയിൽ രാവിലെ പോയി വൈകിട്ട് വരുമ്പോഴേക്കും നല്ല മുഖം കറുത്ത് പോകുന്നു എന്നൊക്കെ പറയുന്നു. അവർക്ക് നല്ല ബെറ്റർ സൊല്യൂഷനാണ് ഞാൻ ഹോം മെയ്ഡായിട്ടും പറഞ്ഞു തരാം. നിങ്ങൾ വീഡിയോ കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ എന്താണ്, നിങ്ങളുടെ സ്കിന്നിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞു തരികയാണ്. നിങ്ങളിതിൽ 5 പൈസ പോലും ചിലവാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവരെന്താണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഇത് നിങ്ങൾ ചെയ്തു നോക്കൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണം ചെയ്യും. അപ്പോൾ ഇത് പറഞ്ഞു തന്നു കഴിഞ്ഞിട്ട് ഞാൻ ഹോം റെമഡി വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നത് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഞാൻ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, മുഖം കഴുകുന്നതിന് മുമ്പ് നിങ്ങൾ ഒന്ന് ആവി പിടിക്കുക. ഡെയിലി നിങ്ങൾ ഒന്ന് 2-3 മിനിറ്റ് ആവി പിടിക്കുക. അത് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് കുക്കറിൻ്റെ നോബുണ്ടല്ലോ, ഞാൻ പറയുന്നില്ലേ, അരി ഇടുമ്പോൾ കുക്കറിലാണ് നിങ്ങൾ അരി ഇടുന്നതെങ്കിൽ ആ കുക്കറിൻ്റെ നോബിൽ എല്ലാം തെറിച്ച് കഴിഞ്ഞിട്ട് അതിന് ശേഷം സിമ്മിലാക്കിയിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൂടി ചെയ്യുമ്പോൾ ആവി പിടിക്കുമ്പോൾ ആ തെറിച്ചതൊക്കെ തീർന്നിട്ട് വേണം നിങ്ങൾ അതിലൊന്ന് ആവി പിടിക്കാൻ. സൂക്ഷിച്ച് 1 മിനിറ്റെങ്കിലും മതി കേട്ടോ. അത് ശരിക്കും ഇങ്ങനെ തട്ടുമ്പോൾ ഈ നമ്മളുടെ ഡെഡ് സെൽസൊക്കെ പോയിട്ട് പുതിയ കോശങ്ങൾ വരും. അങ്ങനെ 2-3 മിനിറ്റ് നിങ്ങൾ ഡെയിലി ആവി പിടിക്കുക കേട്ടോ. അപ്പോൾ ആവി പിടിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതിട്ടിട്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുള്ളവർക്ക് ഒരുപാട് ഗുണം ചെയ്യും ഇങ്ങനെ ചെയ്യുമ്പോൾ കേട്ടോ. അപ്പോൾ ഈ അലോവേറ സോപ്പ് ഇട്ടിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങൾ ഉപയോഗിക്കുന്ന എന്തായാലും മൈൽഡായിരിക്കണം, അതിട്ടിട്ട് ഫേസ് വാഷോ സോപ്പോ എന്താ ഇട്ടിട്ട് എൻ്റെ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് അലോവേറ സോപ്പ് ഇട്ടിട്ട് നിങ്ങൾ മുഖം ഒന്ന് കഴുകുക. കഴുകുമ്പോൾ ഒന്ന് സ്ക്രബ് ചെയ്ത് കഴുകുക കേട്ടോ. മൈൽഡായിട്ട് സ്ക്രബ് ചെയ്ത് ഇവിടെ മൂക്കിൻ്റെ ഇവിടെ എല്ലാം സ്ക്രബ് ചെയ്ത് കഴുകുക. കഴുകി കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫേസ് പാക്ക്, എൻ്റെ ഫേസ് പാക്ക് വാങ്ങിയിട്ട് എൻ്റെ ഫേസ് പാക്കാണ് ഏറെ ഗുണകരം, കെമിക്കലില്ല. ആ ഫേസ് പാക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. അത് ഡ്രൈ ആയതിന് ശേഷം നിങ്ങൾ ഒന്ന് കഴുകിക്കളയുക. നല്ല ഉരച്ചിട്ട് തന്നെ മുകളിലോട്ടാക്കിയിട്ട് വേണം ഉരച്ച് കഴുകാനായിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കഴുകി കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ആ കരിവാളിപ്പ് നിങ്ങൾ ഏകദേശം കുറച്ചൊക്കെ മാറിയിട്ടുണ്ടാവും. അത് തന്നെ നിങ്ങൾ ഡെയിലി ചെയ്യുമ്പോൾ നന്നായിട്ട് മാറും കേട്ടോ. ഒരുപാട് പേര് റിസൾട്ട് പറഞ്ഞിട്ടുള്ളതാണ്. മിഞ്ഞാന്നും കൂടി എൻ്റെ ഒരു കസിൻ്റെ മകൾ പറഞ്ഞതാണ്. അവർ ഫേസ് പാക്ക് വാങ്ങിച്ചിട്ടിട്ട് അവിടെയുള്ള പാടുകളെല്ലാം മാറി പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ മുഖം കറുക്കുന്ന ആ ഒരു രീതി മാറിക്കിട്ടും. മനസ്സിലായില്ലേ? ഇച്ചിരി മെനക്കെടണം. നമ്മൾ പല്ല് തേക്കുന്ന ആ ഒരു സമയം തന്നെയാണ്. ഇതിന് വലിയ സമയമൊന്നും എടുക്കില്ല കേട്ടോ. അതാണ് കേട്ടോ. അങ്ങനെ നിങ്ങൾ ഡെയിലി ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് നിങ്ങൾ ചെയ്യുക. അപ്പോൾ മുഖം കരിവാളിപ്പൊക്കെ മാറും. പിന്നെ അതുപോലെ തന്നെ ഹോം റെമഡി ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യൂ കേട്ടോ. അത് വന്നിട്ട് ബദാം പാക്കാണ് കേട്ടോ. ബദാം പാക്കാണ്, അതായത് രാത്രി കുതിർത്ത് വെച്ച ബദാം അരച്ചതും ഒരു 2-3 അല്ലെങ്കിൽ നമ്മുടെ ഫേസിനനുസരിച്ച് 2 അങ്ങനെ 3 മതി കേട്ടോ. ബദാം അരച്ചത്, ബദാം നല്ല പേസ്റ്റാക്കുക. തൈരും തേനും ചേർത്ത് മുഖത്തിടുക. 15 മിനിറ്റിന് ശേഷം കഴുകിക്കളയുക കേട്ടോ. അതായത് കുറച്ച് മതി, ഒരു 1 ആയാലും മതി. ബദാം പേസ്റ്റ് ആക്കിയിട്ട് അതിൽ ഒരു തുള്ളി തേനും തൈരും കൂടി ചേർത്തിട്ട് നിങ്ങൾ പാക്ക് ഇട്ടിട്ട് നിങ്ങൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് അത് ഉണങ്ങി കഴിയുമ്പോഴേക്ക് കഴുകിക്കളയുക. അതുപോലെ ക്ലെൻസിങ് ആണ് ഞാൻ പറയുന്നത്, രണ്ടാമത്തെ മെത്തേഡ്. ദിവസം 2 നേരം മുഖം വീര്യം കുറഞ്ഞ ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകുക. ഇത് രണ്ടുമാണ് ഈ മുഖം കരിവാളിപ്പിനും അല്ലെങ്കിൽ മുഖം കറുത്തു പോകുന്നതിനുള്ള ഗുണം കേട്ടോ. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇത് നല്ലൊരിതാണ്. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആണ് ഞാൻ നിങ്ങൾക്ക് ഒരു ഉപയോഗം പറഞ്ഞു തരാം. ഉപയോഗം മുഖത്തെ ചുളിവുകൾ തടയാനും ചർമ്മത്തിന് ഈർപ്പം നൽകാനും ഇങ്ങനെ ഈ ബദാമോ ഇതൊക്കെ ചേർത്തിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല എഫക്റ്റ് ഉണ്ടാവും. അതുപോലെ ചർമ്മത്തിൻ്റെ തരം വരണ്ടതും പക്വതയെത്തിയമായ ചർമ്മത്തിന് കേട്ടോ, അതൊക്കെ ഇത് ഗുണം ചെയ്യും. അതായത് ഒരു ചർമ്മം വരണ്ട് തുടങ്ങുമ്പോഴൊക്കെ പക്വതയെത്തിയമായ ചർമ്മത്തിനും ഈ ബദാം ഞാൻ ഈ പറഞ്ഞ ഹോം റെമഡി നിങ്ങൾക്ക് നന്നായിട്ട് യൂസായി വരും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോ ചർമ്മവും നിങ്ങൾ പറയുക. ഇത് നോർമലി എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു പാക്കാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ ചർമ്മത്തിൻ്റെ തരങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെയോ പേഴ്സണലായിട്ടോ പറയുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ മടിയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ക്രീം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു.
ആ ക്രീം വന്നിട്ട് അതിലടങ്ങിയിരിക്കുന്നത് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചു ആ ക്രീമിൽ എന്താണ് ഫോറിൻ ക്രീമാണോ അല്ലാന്നുണ്ടെങ്കിൽ അത് ഡെയിലി യൂസ് ഓരോരോ ഇതാണ് കമൻറ്റിലൂടെയല്ല പേഴ്സണലായിട്ട് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുമോ, മോയ്സ്ചറൈസിങ് ആണോ, പിന്നെ എത്ര ഏജിലുള്ളവർക്ക് ഇടാം എന്നൊക്കെ ചോദിച്ചു എൻ്റെ ക്രീം കേട്ടോ. എൻ്റെ ക്രീം വന്നിട്ട് മോയ്സ്ചറൈസിങ് ആണ്, ഡെയിലി യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഫോറിനൊന്നും അല്ല, ഞാൻ ആയുർവേദ ക്രീമാണ്. അത് ഞാൻ 2-3 മിക്സ് ചെയ്തിട്ട് മൈൽഡായിട്ടുള്ളത് മിക്സ് ചെയ്തിട്ട് ഞാൻ തരുന്നതാണ്. അപ്പോൾ എനിക്ക് എൻ്റേതായിട്ടുള്ള സീക്രട്ട് ഉണ്ടല്ലോ, അപ്പോൾ അത് പുറത്ത് വിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആയുർവേദ പ്രൊഡക്റ്റാണ്. ഒരിക്കലും നിങ്ങൾ തട്ടിപ്പോ വെട്ടിപ്പോയിട്ടുള്ള ക്രീമോ അല്ല, ഫോറിൻ ക്രീമുകളൊന്നും അല്ല കേട്ടോ. പിന്നെ ഈ ക്രീമിൽ അടങ്ങിയിരിക്കുന്ന മസ്റ്റ് ഞാൻ അതിലെല്ലാം കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ, പക്ഷേ ഒന്നും കൂടി പറയാം. മസ്റ്റായിട്ടുള്ളത് ബദാം ഓയിൽ, ഒലിവ് ഓയിൽ, ജോജോബ ഓയിൽ, വിറ്റാമിൻ ഇ. ഇത് നിങ്ങൾക്കറിയാമല്ലോ, ഇത് 4 ഇത്രയും തന്നെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു ക്രീമാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ നിങ്ങളുടെ ചർമ്മത്തിൻ്റെ തരവും ഒന്ന് പറയുക. പിന്നെ വന്നിട്ട് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 30 വയസ്സ് കഴിഞ്ഞ് ശേഷം മാത്രം മതി നമ്മളുടെ സ്കിന്ന് ഒന്ന് ബലപ്പെടുത്തിയും ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്. അതുവരെ ആ 30 വയസ്സ് വരെ നമ്മൾക്ക് പ്രകൃതിയിൽ നിന്ന് തന്നെ നമുക്കൊരു മോയ്സ്ചറൈസിങ്, ഈർപ്പം, റിങ്കിളില്ലാതാക്കും, എല്ലാം ചെയ്യും കേട്ടോ. കരിവാളിപ്പം ഒന്നും അങ്ങനെ ഉണ്ടാകാറില്ല. പിന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥ അനുസരിച്ച് ചിലപ്പോൾ 30 വയസ്സിന് താഴെയുള്ളവർക്കും ഒക്കെ ഇപ്പോൾ വരാറുണ്ട്. എന്താ പറയുക, ഈ കരിവാളിപ്പ് പറഞ്ഞിട്ട്. അങ്ങനെയാണ് എന്നോട് കുറേ പേര് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ക്രീം ഞാൻ പറഞ്ഞില്ല ആ മെത്തേഡ്, ആവി പിടിക്കുക, അങ്ങനെ നിങ്ങൾ ഒരുപാട് നിങ്ങൾ പെട്ടെന്ന് ചെയ്യാൻ ഇതൊന്നും എന്താണ് റിസൾട്ട് കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ചിലവർക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. എന്തായാലും നിങ്ങൾ ഞാൻ പറഞ്ഞ രീതിയിലൊന്ന് മെനക്കെടുക്കുക. തീർച്ചയായിട്ടും ആ മുഖത്തെ എന്താ പറയുക, മുഖം കറക്കുന്നതൊക്കെ മാറിക്കിട്ടും. കരിവാളിപ്പ് പോവിൻ്റെ ചിലവർ പറയുന്നു പുറത്ത് രാവിലെ പോകുമ്പോൾ കുഴപ്പമില്ല, വൈകിട്ട് വരുമ്പോഴേക്കും ഭയങ്കര കരിവാളിപ്പ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്യാത്തവർ SPF സൺസ്ക്രീൻ നല്ല ബ്രാൻഡിൻ്റെ വാങ്ങുക. ഞാൻ കൊടുക്കാറുണ്ട്, ഇപ്പോൾ എനിക്ക് തീർന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ക്രീം ഇടുമ്പോൾ തന്നെ സൺസ്ക്രീൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. അതെന്തുകൊണ്ട് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 30-35 വർഷമായിട്ട് ഈ ക്രീം തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിൽ ഞാൻ സൺസ്ക്രീൻ ആഡ് ചെയ്തിട്ടേ ഇല്ല. എന്നിട്ടും കണ്ടോ, ഞാൻ എന്നെ അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ പൊരി വെയിലത്തിൽ ഞാൻ പണിയെടുക്കും. പൊരി വെയിലത്തിൽ അവർ പറയും ഈ വെയിലത്തോ 12 മണിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്, നല്ല വെയിൽ കൊള്ളും കേട്ടോ. കിട്ടിയ സമയമൊക്കെ ഞാൻ വെയിൽ കൊള്ളും. അപ്പോൾ അങ്ങനെ ഇരുന്നിട്ട് എനിക്ക് വലിയ ഇങ്ങനെ കറുത്ത ഡോട്ട് അങ്ങനെയൊന്നും വന്നിട്ടില്ല. ആ സൺസ്ക്രീനിൻ്റെ കറുത്ത ഡോട്ടുകളൊക്കെ വരുമല്ലോ, അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ ഇതൊക്കെ അതിന് കുറച്ച് തടയിടും. പക്ഷെ ആവശ്യമുള്ളവർ എൻ്റെ ക്രീം പുരട്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു ലെയറായിട്ട് ആ ക്രീമും ഇട്ടോളൂ കേട്ടോ. പിന്നെ വന്നിട്ട് എന്താണ് പറയുക, എന്തോ ഞാൻ പറയാൻ വന്നു. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും അതുപോലെ തന്നെ എൻ്റെ പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ സ്കിൻ ഡാമേജ് ഒന്നും ആകില്ല കേട്ടോ. നന്നായിട്ടുണ്ടാവും. വാങ്ങിയവരൊക്കെ കമൻ്റ് ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വാങ്ങുന്നില്ല. എത്രയോ പേര് ക്രീം വാങ്ങി നന്നായിട്ടുണ്ട് പറയുന്നുണ്ട്. മൈൽഡായിട്ടുള്ള ക്രീമാണ് കേട്ടോ. അപ്പോൾ അതിലൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഗുണം ചെയ്യും കേട്ടോ, എന്തായാലും. അപ്പോൾ നിങ്ങൾ എൻ്റെ പ്രൊഡക്റ്റ് സോപ്പ്, ഈ സ്കിൻ മുഖത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, ബോഡിക്കും വേണ്ടിയിട്ട് സോപ്പും ഈ നമ്മൾ ആദ്യം നോക്കുന്നത് ഫേസിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ഈ സോപ്പും ഫേസ് പാക്കും ഈ ക്രീമും പൗഡർ അതുപോലെ ആയുർവേദ പൗഡർ തന്നെയാണ്. പിന്നെ അതിൻ്റെ കൂടെ നല്ല ബ്രാൻഡഡ് പൗഡർ മിക്സ് ചെയ്യുന്നുണ്ട്. നന്നായിട്ടുണ്ടാകും. നമുക്ക് കോമ്പാക്റ്റ് പൗഡറൊന്നും വേണ്ട. ഈ ക്രീം ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് പൗഡർ മൈൽഡായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നന്നായി. ഞാനിപ്പോൾ അത് ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ. അപ്പോൾ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെന്നേ തോന്നുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ഗുണവും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതായിട്ട് അതുപോലെ തന്നെ ഞാൻ വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഓരോ ചർമ്മത്തിൻ്റെയും ഓരോ ഇതിൻ്റെയും കമൻ്റ് ഇടുക. അപ്പോൾ അതനുസരിച്ച് ഞാൻ വീഡിയോ ഇട്ട് തരാം. അപ്പോൾ ഓരോരുത്തർക്കായിട്ട് ഞാൻ പേഴ്സണലായിട്ട് പറയുമ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പോൾ കുറേ പേര് ചോദിച്ചപ്പോൾ ഈ കരിവാളിപ്പ് എന്നല്ല, മുഖം കറുത്തു പോകുന്നു ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ടാണ്. അപ്പോൾ അതിനുള്ള സൊല്യൂഷനാണ് ഇത് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രീം വാങ്ങിയത് കൊണ്ട് ദോഷമൊന്നും വരുന്നില്ല. നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.